പോലീസിന് നേരെ ആസൂത്രിതമായ അക്രമമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അരങ്ങേറിയത്. മ്യൂസിയത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥ ആരംഭിച്ചത് മുതൽ ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകൾ, അതുപോലെ മറ്റ് പ്രചരണ സാമഗ്രികൾ എല്ലാം അടിച്ച് പൊളിച്ച് തകർത്തുകൊണ്ട് റോഡ് മുഴുവൻ അടിഞ്ഞാടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് മുമ്പിലേക്ക് വന്നാൽ സ്വാഭാവികമായും നമ്മുടെ മുൻകാല അനുഭവങ്ങൾ വെച്ച് ഞാനത് അസാധാരണമായൊരു സംഭവമാണ് ഇന്ന് DGP ഓഫീസിന് മുമ്പിൽ ഉണ്ടായത്. DGP ഓഫീസിന് മുമ്പിൽ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ലോറി സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം സമ്മേളിച്ചു. സാധാരണഗതിയിൽ നമ്മുടെ ഏതെങ്കിലും സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സെക്രട്ടേറിയറ്റിന് മുമ്പിലോ കലക്ട്രേറ്റിന് മുമ്പിലോ മറ്റേതെങ്കിലും ഓഫീസുകൾക്ക് മുമ്പിലോ ആകുമ്പോൾ ജാഥയായി വന്ന് അതിൻ്റെ മുമ്പിലെത്തി പോലീസ് അവിടെ ബാരിക്കേഡ് ഉണ്ടാകും. അവിടെ നേതാക്കൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യും. സമരക്കാരൊക്കെ ഇരിക്കും. എന്നിട്ട് നേതാക്കൾ പ്രസംഗിക്കും. അതാണ് നമ്മുടെ സമര രീതിയായിട്ട് ഇവിടെ കണ്ടുവരുന്നത്. പക്ഷെ ഇന്നുണ്ടായത് DGP ഓഫീസിലേക്കുണ്ടായത് ഈ തരത്തിലുള്ളൊരു സാധാരണ സമര രീതിയേ അല്ല. മ്യൂസിയത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രകടനം ആരംഭിക്കുന്നത് തന്നെ റോഡ് മുഴുവൻ അഴിഞ്ഞാടിക്കൊണ്ടാണ്. വടിയും കമ്പിവടിയും അതുപോലെ RSSകാർ ഉപയോഗിക്കുന്നത് പോലുള്ള വാളുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ കാണുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകളും ബാനറുകളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള പ്രകടനമായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തുന്നത്. DGP ഓഫീസിന് മുമ്പിലെത്തി നേതാക്കൾ ലോറി സ്റ്റാൻഡിൽ കയറി പ്രസംഗം ആരംഭിക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന, അതിൻ്റെ വശങ്ങളിലായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ നേരത്തെ തന്നെ വടിയും ആയുധങ്ങളും കരുതി വച്ചിരിക്കുകയായിരുന്നു. ധാരാളം കല്ലുകൾ പെറുക്കി കൂട്ടിയിരിക്കുകയായിരുന്നു. അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തു നിൽക്കുന്ന പോലീസിന് നേരെ വ്യാപകമായി കല്ലേറ് തുടങ്ങി. കല്ലേറ് തുടങ്ങിയപ്പോൾ പോലീസ് ആദ്യം പിന്നോട്ട് മാറി. ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകരുത്, സമാധാനപരമായി നടക്കുമെങ്കിൽ നടക്കട്ടെ, അവരുടെ പുറപ്പാട് കണ്ടാൽ ഇത് സമാധാനപരമായിട്ടുള്ളതാണെന്ന് ആർക്കും തോന്നുകയില്ല. എങ്കിൽ പോലും പോലീസ് പരമാവധി സമാധാനം പാലിച്ചുകൊണ്ട് ഈ പ്രകോപനങ്ങളെയൊക്കെ അവർ നേരിട്ടുകൊണ്ട് പിന്നോട്ട് മാറി. പക്ഷേ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുരുതുരാ പോലീസിന് നേരെ കല്ലേറ്. മറ്റ് വശങ്ങളിൽ നിന്ന് ഓടി വന്നവർ പോലീസിന് നേരെ ആക്രമിക്കുന്നു. പോലീസിന് നേരെ ആക്രമണം, കല്ലേറ് വന്നാൽ പിന്നെ എന്താ ചെയ്യുക? അഴിഞ്ഞാടാൻ അനുവദിക്കണോ? പോലീസിൻ്റെ മാർഗം അക്രമികളെ തുരത്തുക എന്നുള്ളതാണ്. പോലീസ് അഭ്യർത്ഥിച്ചു, ആരും പിരിഞ്ഞു പോകുന്നില്ല. നേതാക്കൾക്ക് ഇത് നടക്കട്ടെ എന്നുള്ള ധാരണയിലാണ് സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെല്ലാം. VD സതീശനും K സുധാകരനുമെല്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പ്രോത്സാഹനം എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അക്രമികളുടെ കൈവശം DGP ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളാകെ കീഴടക്കത്തക്ക നില വന്നു. ഈ നാടിൽ സമാധാനം സ്ഥാപിക്കണം, അക്രമങ്ങൾ ഉണ്ടാകരുത്, അത് പോലീസിൻ്റെ ചുമതലയാണ്. പോലീസിൻ്റെ അഭ്യർത്ഥന പോലും മാനിക്കാതെ പോലീസിന് നേരെ ആക്രമണം ആരംഭിച്ചാൽ പോലീസിന് പ്രതിരോധിക്കേണ്ടി വരും. പോലീസ് ലാത്തിച്ചാർജ് നടത്തിയിട്ടുണ്ട്, ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വരും.
വെള്ള പീരങ്കികൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിനെല്ലാം മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി കല്ലും ആയുധങ്ങളും പറങ്കിപ്പൊടി വ്യാപകമായി മുട്ടയിൽ നിറച്ചു കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. ഇതെറിഞ്ഞപ്പോൾ പോലീസിന് സമാധാനം സ്ഥാപിക്കാൻ ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിൻ്റെ ഫലമായി സ്വാഭാവികമായും ചിലർക്ക് തലചുറ്റലുണ്ടാകും, എരിച്ചലുണ്ടാകും. ഇത് ജനങ്ങൾ പിരിഞ്ഞു പോകാൻ, അക്രമികൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ KPCCയുടെ മാർച്ചിനെ കുറിച്ച് പറയുകയാണ്. അത് സംഘർഷഭരിതമായതിനെ കുറിച്ചും അത് എങ്ങനെയാണ് പോലീസിന് ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നത് എന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് പോലീസിന് അതിനെ നേരിടേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് LDF കൺവീനർ EP ജയരാജൻ പറയുകയാണ്. യുവമോർച്ചയുടെ പ്രതിഷേധം അല്പസമയം മുൻപ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പറം ദണ്ഡ കറക്കലും ടയർ വലിച്ചെറിയലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ അതും പറയാൻ മറന്നുപോവില്ല LDF കൺവീനർ എന്ന് വിചാരിക്കുന്നു.